Ready, 1, 2, 3, start. ഹലോ ഗായ്സ്, ഞാനും ചങ്ക് പിന്നെ വന്നേക്കുവാണ് ഒരു സ്പിൻ വീൽ ചലഞ്ചുമായിട്ടാണ്. ഉദ്ദേശം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് എഴുതിയിട്ടിരിക്കുന്ന ഒരു സ്പിൻ വീല് കറക്കുക, അതിനകത്ത് വരുന്ന ടാസ്കുകൾ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചങ്ക് സ്പിൻ ചെയ്യുന്ന സമയത്ത് ടാസ്ക് ഏതാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണം. ഞാൻ സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഞങ്ങളങ്ങനെ ഈ ടാസ്കുകളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ മൊത്തത്തിലൊരു 8 ടാസ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മിസ്റ്റർ പൂഞ്ഞിക്കര. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പുഷപ്പ് എടുക്കുക. ടാസ്ക് ആർക്കാണ് കിട്ടുന്നത് അവരൊരു 10 പുഷപ്പ് എടുക്കുക. അല്ല, ടാസ്ക് കിട്ടുന്നവരല്ലല്ലോ, ചങ്കിനെ കിട്ടുന്നെങ്കിൽ ഞാൻ 10 പുഷപ്പ് എടുക്കുക, എനിക്കാ കിട്ടുന്നെങ്കിൽ ചങ്ക് എടുക്കുക. ചങ്ക് സ്പിൻ ചെയ്തിട്ട് കിട്ടുന്ന ഏതാണോ അത് ഞാൻ ചെയ്യാം. അതായത് എൻ്റെ ഭാഗ്യമൊന്നുമല്ല, ഏറ്റവും കുറഞ്ഞ ടാസ്ക് ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ചങ്കായിരിക്കും. അടുത്തത് നന്ദി വാക്കെന്നാണ് ഇട്ടേക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരാളെ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറയുക. അടുത്ത ടാസ്ക് ഇട്ടിരിക്കുന്നത് ഗാനഗന്ധർവൻ എന്നാണ്. അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ട് പാടുക. പിന്നെ അടുത്തത് തെറ്റുത്തരം എന്നാണ്. തെറ്റുത്തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടുള്ള മറുപടി കൊടുക്കുക. അതായത് ഇപ്പോൾ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഓടിച്ച കാര്യം പറയാം. പിന്നെ സിംഹവാലൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ എങ്കിൽ സിംഹാവലൻ എന്ന് വെച്ചാൽ തനി മലയാളത്തിൽ തന്നെ നമ്മൾ ആൻസർ പറയാന്നുള്ളത്. പിന്നെ ചായ മേടിച്ചതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, കിട്ടുന്ന ആർക്കാണോ അപ്പം അവര് അടുത്ത ആൾക്ക് ചായ മേടിച്ചു കൊടുക്കുക. അത് ഇതായിട്ട് കിട്ടിയാൽ മതി, ചങ്ങിനത് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഒരു ചായ കുടിക്കാനുള്ള സ്കോപ്പ് കിട്ടിയത്. ഇനി ധനനഷ്ടം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. എത്ര എമൗണ്ട് ആണെന്ന് പറയണോ? പറയുന്ന എടുക്കാൻ ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വന്നിട്ട് പെട്ടെന്നൊരു സ്റ്റോറി കിട്ടുന്ന അവര് വേഗം തന്നെ ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അപ്ലോഡ്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടാസ്ക്. സ്പിൻ വീലിൽ ഞങ്ങളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞങ്ങളിപ്പോൾ കറക്കും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഗൂഗിൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടാണോ അല്ലല്ല, ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇപ്പോൾ ഇടണം. വേറെ എവിടുന്ന് എടുത്ത ഇമേജ് ഒന്നുമല്ല, ഇപ്പം ഇവിടുത്തെ ഇമേജ്, നമ്മുടെ ഇമേജോ സ്ഥലത്തിൻ്റെ ഇമേജോ എന്തെങ്കിലും ആയിരിക്കും. പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഇട്ട് നമ്മൾ അപ്പം തന്നെ വീഡിയോയിൽ കാണിക്കുന്നത്. അത് കിട്ടുവാണെങ്കിൽ ഈസി ആയിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയ ചങ്കിന് കിട്ടും, ചങ്കിന് കിട്ടിയ പിന്നെ എന്നിട്ട് ഓരോ ടാസ്ക് കിട്ടുന്നതനുസരിച്ച് ചെയ്തു. ഫസ്റ്റത്തെ നമുക്ക് കറക്കാം. ആദ്യം കറക്കാൻ പോകുന്ന ചങ്കാണ്. ചങ്ക് കറക്കി കിട്ടുന്ന ടാസ്ക് ഞാനാ ചെയ്യണ്ടേ? ഓക്കെ. അപ്പോ കറക്കാം. അയ്യോ കിട്ടണേ. അല്ല, മിസ്റ്റർ പൂഞ്ചിക്കരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചങ്ക് ഇറക്കിയതാണ് ഇത്. ഞാൻ ചെയ്യണോ ചങ്ക്? അതോ ചങ്ക് തന്നെ ചെയ്യുന്നുണ്ടോ? മിസ്റ്റർ പൂഞ്ചിക്കര. ഗൈസ്, പുഷപ്പ് അടിക്കേണ്ടി വരും. എത്ര പുഷപ്പ് ചങ്ക്? 10 പുഷപ്പ് അടിക്കണം എന്നാ ചങ്ക് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളിത് ടാസ്ക് ആണ്, നമ്മൾ എന്തായാലും ഇത് ചെയ്യും. അപ്പൊ നമുക്ക് പുഷപ്പ് അടിക്കാം. ഓൾറൈറ്റ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചങ്ക്. കിട്ടിയിരിക്കുന്നത് മിസ്റ്റർ പൂഞ്ഞിക്കരയാണ്. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഓൾറൈറ്റ് സ്റ്റാർട്ട്. 3, 4, 5, 6, 7, 8, 9, 10. ഗൈസ്, 10 പുഷപ്പ് അടിച്ച് ഞാൻ ഫുള്ള് വേർത്ത് ഗൈസ്. എന്നാലും ഞാൻ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഉത്തരവാദിത്തത്തിന് ഞാൻ വിചാരിച്ചത് ആ സ്റ്റോറിയുടെ ടാസ്ക് വരുന്നത് ജസ്റ്റ് ഒരു സെക്കൻഡിലത്തേക്ക് വിചാരിച്ചു. ജസ്റ്റ് ഒരു ഇതിനെ അങ്ങ് മാറി. കറക്റ്റ് മിസ്റ്റർ പൂഞ്ഞിക്കര. ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലായിരുന്നെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ ടാസ്ക് തന്നെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ കറക്കാൻ പോവാണ്. മൊത്തം പണിയായിരിക്കണം ദൈവമേ. കറക്കാം. അയ്യോ, സിംഹവാലൻ. മലയാളത്തിൽ പറയാനാ വന്നേക്കുന്നത്. ചങ്കിന് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് സിംഹവാലൻ. ഇത് ചെയ്യേണ്ടത് ചങ്കാണ്.
അപ്പം ചങ്കിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാനതിന് ഉത്തരം പറയും. ഞാൻ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, വെറുതെ ക്വസ്റ്റ്യൻ ചോദിക്കും. ചങ്കപ്പം ശുദ്ധ മലയാളത്തിൽ മാത്രം പറയാം. നമ്മുടെ മലയാള പണ്ഡിതൻ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചങ്കേ, എന്താ കഴിച്ചെന്ന്? ഞാൻ രാവിലെ ചപ്പാത്തി. നേരത്തെ എവിടെയാ പഠിച്ചോണ്ടിരുന്നേ? കുഞ്ഞിലേ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചേ? ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള വിദ്യാലയത്തിലാണ്. ഓ, വിദ്യാലയം. ഒരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആക്കും, അതാണ് വിഷയം. അത് കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു എങ്ങനെ പഠിച്ചേ? അത് കഴിഞ്ഞിട്ട് ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് കലാലയത്തിൽ പോയി. ഏത് കലാലയത്തിൽ? കോട്ടയത്ത് തന്നെ ഉള്ളൊരു കലാലയം. കോട്ടയത്തിലുള്ള കലാലയം. അവിടെ എന്തായിരുന്നു പഠിച്ചോണ്ടിരുന്നത്? എക്കണോമിക്സ് ആയിരുന്നോ? സാമ്പത്തിക ശാസ്ത്രം. എന്താ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഇംഗ്ലീഷിലെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇത് മലയാളത്തിൽ പറയും. എന്നാ ചങ്ക സാമ്പത്തിക ശാസ്ത്രം? അന്ന് ചങ്ക് ലീവായിരുന്നു ഗൈസ്. ചങ്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നേ? ഇപ്പം കോട്ടയത്ത് റോഡിലാണോ ജോലി ചെയ്യുന്നത്? റോഡ്. ചങ്ക് തോറ്റിരിക്കുന്നു ഗൈസ്, ഞാൻ തോപ്പിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി തോറ്റിരിക്കുന്നു. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഓരോ തവണ സ്പിൻ വീല് കറക്കി. അതില് എനിക്ക് കിട്ടിയ ടാസ്ക്, ഫസ്റ്റിലെ കിട്ടിയ ടാസ്ക് പുഷപ്പ് ആയിരുന്നു. അത് ഞാൻ ചെയ്തു. അതായിരുന്നു കുറച്ചുകൂടി ഈസി. എങ്കിൽ അല്ലേ, മലയാളം പറയാനായിരുന്നു കുറച്ചുകൂടെ പാടുന്നു തോന്നുന്നു. കറക്റ്റ് നമ്മൾ റോഡൊക്കെ എപ്പോഴും പറയുന്നതല്ലേ. അപ്പൊ എന്നായാലും എനിക്കൊരു പോയിന്റ്, ചങ്കിന് 0. ഞാൻ ലൂസ് ചെയ്തു. മൂന്നാമതായിട്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത ചങ്കാണ് സ്പിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്നാ വരുന്നത്. അയ്യോ, തെറ്റുത്തരാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക്, ചങ്കനോട് പറയുന്നതിനെല്ലാത്തിനും, ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാത്തിനും ഞാൻ തെറ്റുത്തരം പറയണം അല്ലേ? അപ്പോൾ കുറച്ച് ചോദ്യം എന്നോട് ചോദിക്കുക, ഞാൻ എന്നെ തെറ്റുത്തരം പറയാം. ഓക്കെ, ചങ്ക് ചോദ്യം ചോദിച്ചു. ചങ്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ തെറ്റുത്തരേ പറയത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം രാവിലെ തന്നെ കഴിച്ചേ? ഞാൻ ബൈക്കാണ് ഓടിക്കുന്നത് സാധാരണ. ബൈക്ക് ഓടിച്ച് എങ്ങോട്ടാ പോകുന്നത് യൂഷ്വലി? എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്. ആപ്പിൾ എത്ര ഇപ്പൊ കിലോ എത്രയാ? ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വായിക്കായിരുന്നു. ആണോ? ഏത് പേജാ ഏറ്റവും എപ്പോഴും യൂഷ്വലി ഏതാ പേജാ? എനിക്ക് ബിഗ് ബോസ് ഇഷ്ടം. ബിഗ് ബോസ് ഇന്നലെ കണ്ടായിരുന്നോ? മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ലാസ്റ്റ് പടം ഏതാ ഇഷ്ടം? ലാസ്റ്റ് കണ്ട ഏതാ? വെള്ളത്തിന് ഒരു ടേസ്റ്റും ഇല്ല. ടേസ്റ്റ് ഇല്ല? ആണോ? നാരങ്ങ ഇഷ്ടമാണോ? ഈ പാറ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് വീടുണ്ടാക്കാൻ അല്ലേ? ആണോ? ഇപ്പൊ ഒരു വീടുണ്ടാക്കാൻ അപ്രോക്സിമേറ്റ് എത്ര രൂപ വരുമായിരിക്കും നമുക്കൊരു? തെർമോക്കോൾ കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയെ കുറിച്ച് എന്താ ഇപ്പൊ അഭിപ്രായം? അൺപ്രഡിക്റ്റബിൾ ആണ്. വെള്ളം കുടിക്കാൻ തോന്നുന്നു. നാരങ്ങ വെള്ളം ഇഷ്ടമാണ്. മദ്യം ഞാൻ കുടിക്കാറില്ല. എക്സ്ക്യൂസ്. അടുത്ത ഞാനാണ് സ്പിൻ വീല് കറക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കറക്കണത് ചങ്ക് ചെയ്യണം. ഇപ്പൊ കറക്കാം. നല്ല പണി കിട്ടണേ. ധനനഷ്ടമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചങ്ക എനിക്ക് 100 രൂപ അയച്ചു തരണം. 100 രൂപ കിട്ടിയിട്ടുണ്ട്. ചങ്ക പെട്ടെന്ന് എടുത്ത് 100 രൂപ അയച്ചു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എമൗണ്ട് വെക്കായിരുന്നു. ചങ്കിന് ധനനഷ്ടമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചങ്ക എനിക്ക് 100 രൂപ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്ത് തരണം വിത്ത് പ്രൂഫ്. അങ്ങനെ എന്റെ ധനനഷ്ടമാണ് വന്നിരിക്കുന്നത്. അപ്പം ചങ്കിന് എനിക്ക് 100 രൂപ ഇപ്പൊ കിട്ടണം. 100 പറഞ്ഞത് ഭാഗ്യം. അതെ, അല്ല 500 പറഞ്ഞാൽ പോകത്തില്ലല്ലോ അതിനകത്തുനിന്ന്. ഗൈസ്, എനിക്ക് 100 രൂപ. അതെ, എനിക്ക് 100 രൂപ ചങ്ക അയക്കുന്നുണ്ട്. ചങ്കിന്റെ പാസ്വേഡ് നമുക്ക് നോക്കണ്ട. അപ്പം നമുക്ക് മുഖം കാണിക്കാം. സെൻഡ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻസഫിഷ്യന്റ് ബാലൻസ്. ഗൈസ്, എനിക്ക് 100 രൂപ വന്നിട്ട് മെസ്സേജ് വന്നു. അപ്പൊ 4 ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പോയിന്റ് 2, ചങ്കിന്റെ പോയിന്റ് 1. കൂട്ടത്തിൽ എനിക്ക് 100 രൂപയുടെ കിട്ടുകയും ചെയ്തു. അപ്പൊ ചങ്ക എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ ഇനി 4 ടാസ്ക് കൂടെ ബാക്കിയുള്ളൂ. ചങ്ക് കറക്കാൻ പോവാണ്. അടുത്ത എനിക്കിട്ടുള്ള പണിയാണ്. നമുക്ക് നോക്കാം. കറക്കിയെങ്കിൽ അയ്യോ, നന്ദി വാക്കാണ്. കോണ്ടാക്റ്റിലുള്ള ആരെയും വിളിച്ചിട്ട് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറയണം. അത് കൂട്ടുകാരനെ വിളിക്കാം. എന്നാലും
എടുക്കുമെന്ന് അറിയത്തില്ല, എടുത്താലേ എന്നെ പറയുന്നതെന്നറിയില്ല. ലൗഡ് സ്പീക്കർ ഗൈസ്. ഹലോ ഹലോ, ആ ഫെബിനെ, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവിടെ. അപ്പൊ നമ്മള് നന്ദി വാക്കെന്ന് പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആകെ നമുക്ക് 3 ടാസ്ക്. അവരെ വിളിച്ചിട്ട് കാര്യം പറയണം. അവൻ വണ്ടർ അടിച്ചിരിക്കുമായിരിക്കും. നമുക്ക് ഇനി 3 ടാസ്ക് ഉള്ളൂ. ഏതൊക്കെയാന്ന് പറഞ്ഞു? ഒന്ന് ഗാനഗന്ധർവൻ, പിന്നെ പെട്ടെന്നൊരു സ്റ്റോറി, പിന്നെ ചായ മേടിച്ചതാ. ഗാനഗന്ധർവൻ കിട്ടണേ. അപ്പൊ ഞാൻ കറക്കട്ടെ എങ്കിൽ? ഓക്കേ. ഏതാ? ചായ മേടിച്ചതാ. ഓക്കെ, അങ്ങനെ ചായ മേടിച്ചു തരിക ചലഞ്ച് കംപ്ലീറ്റഡ്. ചങ്ങ അങ്ങനെ ചായ മേടിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ടാസ്കിന്റെ ഭാഗമായിട്ട്. യെസ്, ചായ കുടിക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഇനി 2 ടാസ്ക് കൂടെ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ? ഗാനഗന്ധർവനും പെട്ടെന്നൊരു സ്റ്റോറി. ഇതിലിപ്പോ ചങ്ക എടുക്കാൻ പോകുന്നത് എനിക്കാ വരുന്നത്. ഗാനം കിട്ടാതിരുന്നാ മതിയായിരുന്നു, പാട്ട് പാടേണ്ടി വരും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്കാം, സ്പിൻ ചെയ്യാം. കാണിക്ക്. യെസ്, പെട്ടെന്നൊരു സ്റ്റോറി. പെട്ടെന്നൊരു സ്റ്റോറി ഗാനഗന്ധർവൻ ലെഫ്റ്റ്. അപ്പൊ അതെനിക്ക്. അതെ ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് പെട്ടെന്നൊരു സ്റ്റോറിയാണ്. എല്ലാ കണ്ടും ആദ്യത്തെ സ്കൂട്ടായി കഴിഞ്ഞാൽ ബാക്കിയല്ല. ധനനഷ്ടവും മാനഹാനിയും എല്ലാം ചങ്ങിനാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇരിക്കുന്ന ഒരു തോടിന്റെ ഒക്കെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. അപ്പം ഒരു വേഗം ഒരു സ്റ്റോറി ഇടാം, അവിടെ പോയിട്ട് ഫോട്ടോ. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് കാണിക്കാം. വിത്ത് ലൈവ് പ്രൂഫാണ്, നമ്മൾ എപ്പോഴേ തന്നെ കാണിക്കും. ഇങ്ങനെ പെട്ടെന്നൊരു സ്റ്റോറിയാണ് ചങ്കിന് കിട്ടിയ ടാസ്ക്. അപ്പം ചങ്കതെ ഇരുന്നും കിടന്നും എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. എസ്തറ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കിട്ടിയ പെട്ടെന്നൊരു സ്റ്റോറി അല്ലേ? ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ക്ലിക്ക് തന്നെ ഇടാം. ഞാൻ ബ്രൈറ്റ്നസ് മാക്സിമം ആണ് ഗൈസ്. സ്റ്റോറി ഇടുവാണേ. കിട്ടോ? സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഗൈസ്. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ടാസ്കും, അങ്ങനെ എന്റെ സ്റ്റോറി ഇടുന്ന അടുത്തതായിട്ട് നമുക്ക് ചങ്കിന്റെ പാട്ട് ലിറിക്കൊന്നും നോക്കണ്ട. ലിറിക്കൊന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ലിറിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടെന്നറിയാതെന്നാലും പ്രിയമുള്ളൊരാളുണ്ടെന്നു വെറുതെ മോഹിക്കുമല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. എന്റെ വഴിയെ തിരിച്ചു പോകുന്നു.